പുതിയ വീട്ടിലോട്ടേക്ക് മാറാനുള്ള ശരി നമ്മള് എക്സൈറ്റഡ് ആണോ റെഗി? നമ്മള് ഭയങ്കര ഹാപ്പി അല്ലേ? പക്ഷേ എത്ര നാളെ വെയിറ്റ് ചെയ്യായിരുന്നു. അതും പെട്ടെന്നായതുപോലെ എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അതെ, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം വരെ. ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 3 months ആകുന്നു. അപ്പോൾ തൊട്ട് ഞങ്ങൾ താമസിക്കുന്നത് പ്രിഗിൻ്റെ ഓഫീസിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു. ഇതൊരു യൂണിറ്റ് ഹൗസ് ആണ്. ഒരു ബെഡ്റൂം, ഹാൾ പ്ലസ് ഓപ്പൺ കിച്ചൺ ആൻഡ് വാഷ്റൂം ഏരിയ ഉള്ളത്. ഇതിനിടയിൽ എവിടുന്നോ വീട് മാറിയാൽ കൊള്ളാമെന്നൊരു തോട്ട് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ സാഹചര്യവും സന്ദർഭവും ഒത്തു വന്നപ്പോൾ എന്താ നോക്കാം എന്ന മൈൻഡ് സെറ്റിലായി ഞങ്ങൾ. അങ്ങനെ 3-4 വീട് വ്യൂയിങ്ങിന് പോയി. വ്യൂയിങ്ങിന് പോയതിൽ ഒരു വീട് കുഴപ്പമില്ല ഉറപ്പിക്കുക എന്ന് ഞങ്ങളിങ്ങനെ ഡബിൾ മൈൻഡിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു വീടിൻ്റെ വ്യൂയിങ് പ്രഗി എന്നെ കൊണ്ടുപോകാൻ ഉച്ചയ്ക്ക് വന്നത്. അന്ന് പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രഗി പറയുമായിരുന്നു എന്നോട്, കണ്ടില്ലെങ്കിലും ഈ വീടായിരിക്കും നിനക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നതെന്ന്. അതെ, അങ്ങനെ ഫെബ്രുവരി 27 ഞങ്ങൾ വ്യൂയിങ്ങിന് പോയി. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട വീടാണിത്. ഓൾമോസ്റ്റ് 1 month നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് മാർച്ച് 26 ഞങ്ങൾ നമ്മുടെ പുതിയ റെന്റഡ് ഹൗസിലേക്ക് താമസം മാറുകയാണ്. മാറുന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു. അതിന് മുന്നത്തെ വീക്കെൻഡ് തൊട്ട് തന്നെ ഞങ്ങൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കാൻ തുടങ്ങിയിരുന്നു. അതാകുമ്പോൾ മൂവിങ്ങിൻ്റെ അന്ന് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് നമുക്ക് തോന്നി. ചൊവ്വാഴ്ച ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ കാറിൽ ഫസ്റ്റ് ട്രിപ്പ് അടിക്കേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചു. എന്നിട്ട് പണ്ടൊക്കെ സ്കൂൾ തുറക്കുന്നതിന് മുന്നത്തെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, ഒരു ഉറങ്ങാനൊരു പാട്, അതേ ഒരു എക്സൈറ്റ്മെൻറ്റോടെ അതേ ഒരു പാടോടെ ഞങ്ങൾ അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ ശ്രമിച്ചു. ഉറങ്ങിയെന്നല്ല, ഉറങ്ങാതെ ഉറങ്ങി. How's your day? Good. No, I went from home on a Wednesday. Oh, okay. So that's why I said I might as well meet you here, because then it saves me going to the office. So all your keys are in here. Yeah. You taught it. You taught it. Oh, you know that top, you know that top. റെഗി, ഞാൻ ആദ്യം ഒരു സാധനം പോയി നോക്കട്ടെ. എൻ്റെ നെല്ലിക്കല്ലേ, എൻ്റെ ഏതു നരങ്ങ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം ഇതാണ്. ഇവിടെ ഒരു നല്ല നാരങ്ങ മരമുണ്ട്. Handy, please enter your customer number followed by the hash key. Otherwise, press 0 now. This is another room. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കാണിക്കോ? കിച്ചൺ. This is the kitchen. നമ്മൾ വാങ്ങിയ ഡേറ്റ് ഇവിടെ പെർഫെക്റ്റ് വെക്കാം. പക്ഷെ എനിക്ക് ഇവിടെ സൈഡിൽ ഒരു ലാമ്പ് വെക്കണം. സോഫ ഇങ്ങനെയാണ്. എങ്ങനെ ഇങ്ങനെയല്ലേ? ഇങ്ങനെ അല്ല പോലെയല്ലേ? അങ്ങനെയാണോ ഇടുന്നത്? എന്നാലേ ഇങ്ങോട്ടേക്ക് ആക്സസ് കിട്ടുള്ളൂ നമുക്ക്. കടത്തൊന്നും പൊട്ടൂലല്ലോ. ഇല്ല. ഒപ്പല്ലേ?
അസഹനീയമായി തോന്നുന്ന ചില സമയം. ഓ അകത്താ കൂടിയല്ലേ, അകത്താ കൂടി. ഞാൻ വിചാരിച്ച പുറത്ത് വന്നു. ഇറക്കുക എന്താ സെക്കൻഡ് സെറ്റ് സാധനങ്ങളും കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾ സിറ്റി ഹോപ്പിന്റെ വാൻ എടുക്കാൻ വേണ്ടി പോയി. ഫ്രിഡ്ജ്, കൗച്ച് പോലെയുള്ള വലിയ സാധനങ്ങൾ നമുക്ക് എന്തായാലും കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു വാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. നമ്മളത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വേണ്ട സമയം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾ അന്ന് 12:30 തൊട്ട് 2:30 വരെയാണ് ആദ്യം ഷെഡ്യൂൾ ചെയ്ത്, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 3 മണി വരെ ആക്കി. ബുക്ക് ചെയ്യുന്ന സമയത്തിന് ഒരു ചാർജും പിന്നെ കിലോമീറ്ററിന് 50 സെന്റ് വെച്ചിട്ടുമാണ് ടോട്ടൽ ചാർജ് വരിക. മൈറ്റി 10ന്റെ പാർക്കിങ്ങിലാണ് സിറ്റി ഹോപ്പിന്റെ വാൻ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം മുന്നേ എത്തിയിട്ട് മൈറ്റി 10ൽ കയറി ക്ലീനിങ്ങിന് വേണ്ട അല്ലറ ചില്ലറ ഐറ്റംസ് എടുത്തു. എന്നിട്ട് നമ്മുടെ കാർ അവിടെ വെച്ചിട്ട് ഫോൺ ത്രൂ വാൻ അൺലോക്ക് ചെയ്ത് അതെടുത്ത് അവിടെ നിന്ന് നേരെ വെയർ ഹൗസിൽ പോയി. ഒരു കബേർഡ് നോക്കാനാണ് വെയർ ഹൗസിൽ വന്നത്. തിരിച്ച് പഴയ വീട്ടിൽ വന്നപ്പോഴേക്കും നവീൻ വന്നിട്ടുണ്ടായി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജ്, മാട്രസ്, ബെഡ് ഫ്രെയിം, ഹെഡ് ബോർഡ് അതൊക്കെ ഒരു സെറ്റിൽ പുതിയ വീട്ടിലേക്ക് കൊണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടി വന്നിരുന്നു. കാരണം പഴയ വീട്ടിൽ അതൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. എല്ലാം ഒഴിച്ചൊഴിച്ച് വരുമ്പോൾ എവിടെയോ ഒരു വിഷമം ഉണ്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് മൈ ഹോം ഫോർ ദ പാസ്റ്റ് 3 months ഓൾമോസ്റ്റ്. പിന്നെ നമുക്ക് എപ്പോഴും പുറത്ത് പോയിട്ട് ആദ്യം നിൽക്കുന്ന സ്ഥലത്തിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? ചെന്നൈയിൽ നിന്ന് ആദ്യം വീട് മാറുമ്പോൾ എനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് തോന്നുന്നു മനസ്സിൽ. പക്ഷേ എല്ലാം നല്ലതിനാണെന്ന് കരുതി മുന്നോട്ട് പോവുക, അല്ലേ? വരുന്നില്ലേ? ആ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. നീ അത് വിളിക്കാം. വേണ്ട, ഞാൻ വിളിക്കും. നമ്പർ 4ഉം നമ്പർ 1ഉം വേണ്ടേ? അപ്പൊ ഇതിന്റെ അകത്തിൽ എഴുതില്ലെങ്കിൽ നമ്പർ 1 എന്നുള്ള നമ്പർ എഴുതിയിട്ടുണ്ടാവും. എന്താ ഇത് നമ്പർ 3 ആണ്. അതിപ്പോ എടുക്കണ്ട. നമ്പർ 4ഉം 1ഉം ആണ് എടുക്കേണ്ടത്. അതിന് നമ്പർ 3. അപ്പൊ അതിന്റെ അപ്പുറം നമുക്ക് നമ്പർ 4. ഓക്കെ, നമ്പർ 4 ആയി. നമ്പർ 1 എവിടെയെങ്കിലും ഉണ്ടോ? നമ്പർ 3. ഇത് നമ്പർ 3 ആയിരിക്കും. അപ്പൊ ഇത് 4. താഴെ കിടക്കുന്ന 4. പക്ഷെ എനിക്ക് ഇപ്പൊ ഒന്ന് ഫ്രിഡ്ജിന്റെ കാര്യം മാത്രല്ല അളിയാ, TV സ്റ്റാൻഡ് കറക്റ്റ് സാധനം. കാണാണ്ട് എടുത്തോണ്ട് വന്ന കറക്റ്റ് സാധനം. എല്ലാം കറക്റ്റ്. അത് ഏറ്റവും വലിയ ഫ്രിഡ്ജിന്റെ കാര്യത്തിലാണ്. സമ്മർ കഴിയാറില്ലേ? ഹാർവെസ്റ്റഡ് മിന്റ് ആൻഡ് ലെമൺ. ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് നവീൻ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് തന്നതിന് ശേഷം പോയിട്ടുണ്ടായി. ഈവനിങ് ആയപ്പോൾ ഓസ്റ്റിനും അനീറ്റയും വന്നു. അത് ശരിക്കും നല്ല റിലീഫായി തോന്നി. അവർ കുറേ ഹെൽപ്പ് ചെയ്തു എല്ലാം അറേഞ്ച് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കിളി പോയിരിക്കുമായിരുന്നു. എന്തിനു ചെയ്യണമെന്ന് മനസ്സിലാകാത്ത അവസ്ഥ. എടാ ഇത് ഇങ്ങനെയൊന്നും അല്ല. പോണ്ടേ? തീയൂല. കുറച്ച് ദൂരത്തെ കൈപ്പോല. അവിടെ പിടിച്ചാൽ മതി, ഞാൻ വിളിക്കാം.
സാധാരണ ഞാൻ എന്താ ചെയ്യുന്നത്, ഇനി കിടക്കും. കിടന്നിട്ടെങ്ങാനും വീഴ. അതുകൊണ്ട് നല്ല വീടാ, ലൊക്കേഷനും ഒക്കെ സ്പേഷ്യസ് ആണ്, ആവശ്യത്തിന് സ്പേസ്. പ്രൈവസി ഉണ്ട്. അതാ ഫോട്ടോ ബീനൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചപ്പോ വിചാരിച്ചു വേറൊരു വീടിന്റെ ഷെയർഡ് ആയിട്ടുള്ള ഡ്രൈവ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാം ഉണ്ടല്ലോ അത്യാവശ്യം. എല്ലാം ഇപ്പൊ നിങ്ങൾക്കൊരു ഷർട്ടാണെങ്കിലും ഒന്ന് നിന്ന് യൂസ്ഡ് ആയി കിട്ടിയ അത് ഒരാഴ്ച ആകുമ്പോഴേക്കും സെറ്റ് ആവും. പ്രാക്ടിക്കൽ ആയിട്ട് ഇപ്പൊ ഡസ്റ്റ്ബിൻ അതൊക്കെ വെക്കേണ്ടത്, അതൊക്കെ ഒരാഴ്ച. സ്റ്റിൽ ദ മെസ്. ഇന്നലെ മൊത്തം കംപ്ലീറ്റ് ആക്കി കിടന്നുറങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞില്ല. ഞങ്ങളൊരു 1:30 ആയപ്പോഴേക്കും കുളിച്ച് കിടന്നുറങ്ങി. പ്രഗിക്കാണെങ്കിൽ പിറ്റേന്ന് ഡ്യൂട്ടിക്കും പോകാനുണ്ട്. അങ്ങനെ പ്രഗി ഒരു 7:30 ആയപ്പോൾ ഓഫീസിൽ പോയി. ഞാൻ എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് വീണ്ടും വൃത്തിയാക്കാൻ തുടങ്ങി. ഇന്നലെ ലാസ്റ്റ് സെറ്റ് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കാറിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് അതൊക്കെ എടുത്തു വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് ഫങ്ഷനിലാക്കി കൊണ്ടുവന്നു. വീട് കുറേ നാൾ ഉപയോഗിക്കാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടേനും. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ. ഇനി ഓരോ വീക്കെൻഡിലും ക്ലീനിങ് ചെയ്ത് വരുമ്പോൾ സെറ്റായി വരുമെന്ന് തോന്നുന്നു. വൈകിട്ട് പ്രഗി വരുമ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് പണി തീർത്ത്, എന്നിട്ട് ബാക്കിയുള്ള ബോക്സും സ്വീറ്റ് കേസും കാർഡ്ബോർഡും ഒക്കെ ഗ്യാരേജിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഈവനിങ് പ്രഗി വന്നപ്പോൾ നമ്മൾ ഗ്യാരേജ് കൂടെ വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇപ്പോൾ വല്ലാത്തൊരു കൈൻഡ് ഓഫ് പീസ്ഫുൾ ഉണ്ട് ഉള്ളിൽ. ലൈക്ക് ദ കെയോസ് ഹാസ് ഫൈനലി സെറ്റിൽഡ്. ഇതുവരെ ഇറ്റ് വാസ് ജസ്റ്റ് എ റെന്റഡ് ഹൗസ്, but for now I want to make it my home where my heart truly belongs. The next Sunday we went back to the old apartment to clean up like for the last time, and of course I took a few photos to add to my memory book, like a little reminder that I was part of that chapter too.